ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് പ്രയർ ദ ആർട്ട് ഓഫ് ബിലീവിങ്, പ്രാർത്ഥന വിശ്വാസത്തിൻ്റെ കലയാണ് എന്ന പുസ്തകത്തിൻ്റെ സമ്മറിയാണ് ബൈ നെവിൽ ഗോഡാർഡ്. നെവിൽ ഗോഡാർഡ് ഈ പുസ്തകത്തിൽ പ്രാർത്ഥനയുടെ സീക്രട്ടിനെ പറ്റി പറയുന്നു. നമ്മുടെ പ്രാർത്ഥനകൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ഈ പുസ്തകത്തിൽ പറയുന്നു. പ്രാർത്ഥന ഒരു മാസ്റ്റർ കീയാണ്. പ്രാർത്ഥനയാകുന്ന ഈ താക്കോൽ കൊണ്ട് എല്ലാ ലോകവും തുറക്കാൻ സാധിക്കും. അതുകൊണ്ട് പ്രാർത്ഥനയെ മാസ്റ്റർ കീ എന്ന് പറയുന്നു. നമ്മുടെ എല്ലാ പ്രോബ്ലങ്ങൾക്കും പ്രാർത്ഥന എന്ന ഈ മാസ്റ്റർ കീ ഉപയോഗിച്ച് സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കും. പ്രാർത്ഥിക്കാനുള്ള ഒരു പ്രത്യേക മാർഗം നെവിൽ ഗോഡാർഡ് ഈ പുസ്തകത്തിൽ പറയുന്നു. ഈ മാർഗത്തിലൂടെ അല്ലാതെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ എത്ര പ്രാർത്ഥിച്ചാലും ആ ഒരു റിസൾട്ട് ലഭിക്കുന്നില്ല. പ്രാർത്ഥനയുടെ യൂണിവേഴ്സൽ ലോ, നാച്ചുറൽ ലോയെ നെവിൽ ഗോഡാർഡ് ഈ പുസ്തകത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഈ യൂണിവേഴ്സൽ ലോ അനുസരിച്ച് നമുക്ക് പ്രാർത്ഥനയെ സക്സസ്ഫുള്ളാക്കി മാറ്റാൻ സാധിക്കും. ഇവിടെ നെവിൽ ഗോഡാർഡ് പറയുന്നു ലോ ഓഫ് റിവേഴ്സിബിലിറ്റി. ലോ ഓഫ് റിവേഴ്സിബിലിറ്റി എന്ന നിയമം ഉപയോഗിച്ച് എല്ലാ പ്രാർത്ഥനകളെയും സഫലമാക്കാൻ സാധിക്കും. പ്രാർത്ഥിക്കുന്നത് ഒരു കലയാണ്. ഇത് പ്രാക്ടീസിലൂടെ സക്സസ്ഫുള്ളാക്കി മാറ്റാൻ സാധിക്കും. ഇതിനായി പ്രധാനപ്പെട്ട കാര്യമാണ് കൺട്രോൾഡ് ഇമാജിനേഷൻ, അതായത് നമ്മുടെ കൽപ്പന ചെയ്യാനുള്ള ആ ശക്തിയെ നിയന്ത്രിക്കുക. കൂടുതൽ സമയവും ആളുകൾ അവരുടെ കൽപ്പന ചെയ്യാനുള്ള ശക്തിയെ, ഇമാജിനേഷൻ ചെയ്യാനുള്ള ആ ശക്തിയെ അൺകൺട്രോൾഡ് ആയിട്ട് ഉപയോഗിക്കുന്നു. അവർ അതിനുമേൽ നിയന്ത്രണം എടുക്കുന്നില്ല. മനസ്സിൽ വരുന്ന എല്ലാ വിചാരങ്ങളെയും കൽപ്പനാശക്തിയുടെ പ്രയോഗം ചെയ്യുന്നു. ഞാൻ എൻ്റെ ഇമാജിനേഷൻ്റെ യൂസ് പോസിറ്റീവായ കാര്യങ്ങൾക്കാണോ ചെയ്യുന്നത്, നെഗറ്റീവായ കാര്യങ്ങൾക്കാണോ ചെയ്യുന്നത് എന്നൊന്നും ചിന്തിക്കാതെ നേരെ ഇമാജിനേഷൻ്റെ യൂസ് ചെയ്യുന്നു. അതുകൊണ്ട് നെവിൽ ഗോഡാർഡ് പറയുന്നു, നമ്മുടെ കൽപ്പന ചെയ്യാനുള്ള ശക്തിയെ അനിയന്ത്രിതമായി ഉപയോഗിക്കരുത്. പകരം നമുക്ക് എന്താണോ വേണ്ടത് അത് മാത്രം മനസ്സിൽ കൽപ്പന ചെയ്യുക, ഇമാജിൻ ചെയ്യുക. അറിയാതെ തന്നെ നമ്മൾ നെഗറ്റീവായ കാര്യങ്ങളെ വിഷ്വലൈസ് ചെയ്യുകയും അവയെ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലേക്ക് വരാനുള്ള സാധ്യത വർദ്ധിക്കുന്നു. അതുകൊണ്ട് നെവിൽ ഗോഡാർഡ് പറയുന്നു, നമ്മുടെ കൽപ്പനാശക്തിയെ, ഇമാജിനേഷൻ ചെയ്യാനുള്ള ആ ശക്തിയെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മുടെ ഇമാജിനേഷൻ പവർ കൺട്രോൾഡ് ആയിരിക്കണം. ഇനി നമ്മുടെ ഇമാജിനേഷനെ കൺട്രോൾ ചെയ്യുന്നതിന് സബ് കോൺഷ്യസ് മൈൻഡിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ അറിയേണ്ടത് ആവശ്യമാണ്. സബ് കോൺഷ്യസ് നമ്മുടെ മനസ്സിൻ്റെ വളരെ ശക്തമായൊരു ഭാഗമാണ്. കോൺഷ്യസ് മൈൻഡിൻ്റെ അർത്ഥം വാട്ട് വി നോ, നമുക്ക് നമ്മെപ്പറ്റി എന്താണോ അറിയുന്നത് അത് കോൺഷ്യസ് മൈൻഡ്. സബ് കോൺഷ്യസ് മൈൻഡ് എന്നാൽ വാട്ട് വി ആർ, നമ്മൾ എന്താണോ അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാണ്. സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ അനുമതിയില്ലാതെ കോൺഷ്യസ് മൈൻഡിന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഈ കാര്യം നല്ലതാണ്, ഇത് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ എനിക്ക് ആ ഒരു ശീലത്തെ അല്ലെങ്കിൽ നല്ല കാര്യത്തെ ചെയ്യാൻ സാധിക്കുന്നില്ല. അതായത് ഒരു കാര്യത്തെ മനസ്സിലാക്കുന്നത് കോൺഷ്യസ് മൈൻഡിൻ്റെ കാര്യമാണ്, അത് ചെയ്യുന്നത് സബ് കോൺഷ്യസ് മൈൻഡാണ്. ഉദാഹരണത്തിന്, ഒരു വ്യക്തി അതിരാവിലെ എഴുന്നേൽക്കുന്നത് നല്ലതാണെന്ന് വിചാരിക്കുന്നു, പക്ഷേ അദ്ദേഹത്തിന് രാവിലെ എഴുന്നേൽക്കാൻ സാധിക്കുന്നില്ല. കാരണം സബ് കോൺഷ്യസ് മൈൻഡിലെ പാറ്റേണുകൾ, പ്രോഗ്രാമുകൾ താമസിച്ച് എഴുന്നേൽക്കുന്നതാണ്. അതായത് സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ കൺസെൻ്റ് ഇല്ലാതെ കോൺഷ്യസ് മൈൻഡിന് അത് ചെയ്യാൻ സാധിക്കില്ല. അതായത് കോൺഷ്യസ് മൈൻഡ് കൊണ്ട് ഒരു കാര്യത്തെ മനസ്സിലാക്കാൻ സാധിക്കുന്നു, പക്ഷേ ആ ഒരു കാര്യത്തെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എത്തിക്കുക, കൺവേ ചെയ്യുക, കൺവിൻസ് ചെയ്യുക. അങ്ങനെ സബ് കോൺഷ്യസ് മൈൻഡിനെ കൺവിൻസ് ചെയ്യാൻ സാധിക്കാതിരുന്നാൽ ആ ഒരു കാര്യത്തെ നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ ഒരു പ്രാവശ്യം ആ ഐഡിയയെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എത്തിക്കാൻ സാധിച്ചാൽ എന്തും പോസിബിളാണ്. ഞാൻ ഇതുവരെ നടക്കില്ലെന്ന് വിചാരിച്ച കാര്യങ്ങൾ പോലും സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എത്തിച്ചാൽ അത് നടക്കുന്നതാണ്. അതായത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഒരു സമുദ്രം പോലെയാണ്. സമുദ്രത്തിൽ നിന്ന് എത്രമാത്രം വെള്ളം എടുത്താലും അതിൽ കുറവുണ്ടാവുന്നില്ല. അതേപോലെ തന്നെ സബ് കോൺഷ്യസ് മൈൻഡും ഒരേപോലെ നിലനിൽക്കുന്നു. സബ് കോൺഷ്യസ് മൈൻഡും ഒരു എലിമെൻ്റാണ്. അതായത് പൃഥ്വി, വായു, അഗ്നി, ആകാശം, ഇങ്ങനെയുള്ള പഞ്ചഭൂതങ്ങളെ പോലെ ഒരു ശക്തിയാണ് സബ് കോൺഷ്യസ് മൈൻഡ്. സബ് കോൺഷ്യസ് മൈൻഡ് കൊണ്ട് എന്തും ആക്സസ് ചെയ്യാൻ സാധിക്കും. സബ് കോൺഷ്യസ് മൈൻഡിന് എന്തും നിങ്ങൾക്ക് വേണ്ടി അന്വേഷിച്ചു കൊണ്ടുവരാൻ സാധിക്കും. ഇവിടെ നെവിൽ ഗോഡാർഡ് പറയുന്നു, ഈ ബ്രഹ്മാണ്ടത്തിലെ മാജിക്കൽ സ്റ്റോർ ഹൗസിൽ നിന്ന് എന്തും നിങ്ങൾക്ക് വേണ്ടി സബ് കോൺഷ്യസ് മൈൻഡിന് കൊണ്ടുതരാൻ സാധിക്കും. പ്രാർത്ഥനകൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ അസംഷനുകളാണ്, ധാരണകളാണ്.
പ്രാർത്ഥനകൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ചേഞ്ചസ് കൊണ്ടുവരുന്നു. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ചേഞ്ചസ് കൊണ്ടുവരിക അർത്ഥം നമ്മുടെ ജീവിതത്തിൻ്റെ ഡെസ്റ്റിനിയിൽ, വിധിയിൽ ചേഞ്ചസ് കൊണ്ടുവരിക എന്നതാണ്. നമ്മുടെ കോൺഷ്യസ് മൈൻഡ് സെൻസ് ഓർഗനിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ മാത്രമാണ് വിശ്വസിക്കുന്നത്. അതായത് കാണുന്നത്, കേൾക്കുന്നത്, സ്പർശിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കോൺഷ്യസ് മൈൻഡ് വിശ്വസിക്കുന്നത്. പക്ഷേ പ്രാർത്ഥന ഇതുവരെ കാണാത്ത, ഇതുവരെ അറിയാത്ത ഒരു കാര്യത്തെയാണ് വിശ്വസിക്കുന്നത്. ഇങ്ങനെ ഒരു കാര്യത്തെ വിശ്വസിക്കുമ്പോൾ അതിനെ നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എത്തിക്കാൻ സാധിക്കും. ഈ ഒരു കാര്യത്തെ നല്ല രീതിയിൽ മനസ്സിലാക്കുകയാണെങ്കിൽ പ്രാർത്ഥന, പ്രയറിൽ മാസ്റ്ററി നേടാൻ സാധിക്കും. സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ സ്വഭാവത്തെ മനസ്സിലാക്കുന്നത് പ്രാർത്ഥനയിൽ മാസ്റ്ററി നേടുന്നതിന് വളരെ പ്രാധാന്യമർഹിക്കുന്നു. പ്രാർത്ഥനയിൽ മാസ്റ്ററി നേടുന്നതിലൂടെ കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും തമ്മിൽ റാപ്പോ ഉണ്ടാവണം. കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് തമ്മിൽ റാപ്പോ ഇല്ല, രണ്ടും ഭിന്നതയിലാണ്, അതായത് കോൺഫ്ലിക്റ്റിലാണ് എങ്കിൽ ആ ഒരു പ്രാർത്ഥനയെ നേടിയെടുക്കാൻ സാധിക്കില്ല. നമ്മുടെ ജീവിതത്തിൽ എന്തും ഇമാജിനേഷൻ, അതോടൊപ്പം തന്നെ വിശ്വാസം, ഇമാജിനേഷൻ പ്ലസ് ഫെയ്ത്ത്, ആ ഒരു കൺസെപ്റ്റ് ഉപയോഗിച്ച് നേടിയെടുക്കാൻ സാധിക്കും. ഇമാജിനേഷനെയും വിശ്വാസത്തെയും ഉപയോഗിച്ച് എന്തും നേടുന്ന വ്യക്തികൾ അവരുടെ കണ്ടെക്സ്റ്റിലാണ് ചിന്തിക്കുന്നത്. അവരൊരിക്കലും ഈ ലോകത്തിൻ്റെ, അതായത് സെൻസ് ഓർഗനിൽ നിന്നും വരുന്ന ഇൻഫർമേഷനെ അടിസ്ഥാനമാക്കി ചിന്തിക്കില്ല. അവർ സെൻസ് ഓർഗനിൽ നിന്നും വരുന്ന ഇൻഫർമേഷനെ തങ്ങളുടെ ഇമാജിനേഷനായി ഉപയോഗിക്കുന്നു. നിയന്ത്രിതമായ ഇമാജിനേഷൻ ഉപയോഗിച്ച് അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നു. എന്നാൽ കൂടുതലായി സെൻസ് ഓർഗനിൽ നിന്ന് വരുന്ന ഇൻഫർമേഷനെ വിശ്വസിക്കുന്നവർ അവരുടെ ഇൻഫർമേഷൻ അനിയന്ത്രിതമായ ഇമാജിനേഷനായി ഉപയോഗിക്കുന്നു. അതുകൊണ്ട് അവർക്ക് മാനിഫെസ്റ്റ് ചെയ്യുന്നത് ബുദ്ധിമുട്ടായി തോന്നുന്നു. അതായത് നമുക്ക് എന്താണോ മാനിഫെസ്റ്റ് ചെയ്യേണ്ടത് അതിനെപ്പറ്റിയുള്ള ഇൻഫർമേഷൻ മാത്രം സെൻസ് ഓർഗനിലൂടെ എടുക്കുക, എന്നിട്ടത് മനസ്സിൻ്റെ ഉള്ളിലേക്ക് വിടാൻ അനുവദിക്കുക. എനിക്ക് ഒരു ലക്ഷ്യമുണ്ട് എങ്കിൽ ആ ഒരു ലക്ഷ്യം നേടുന്നതിനുള്ള കാര്യങ്ങൾ മാത്രം കാണുകയും കേൾക്കുകയും ചെയ്യുക, വായിക്കുകയും ചെയ്യുക. ഇങ്ങനെയാണ് കൽപ്പനാശക്തിയെ നിയന്ത്രിക്കുന്നത്. ഉള്ളിലേക്ക് വരുന്ന ഇൻഫർമേഷനെ നിയന്ത്രിക്കുമ്പോൾ നമ്മുടെ കൽപ്പനാശക്തിയെയും നിയന്ത്രിക്കാൻ സാധിക്കുന്നു. ഇനി നിങ്ങൾ റാൻഡം ഇൻഫർമേഷൻ, അതായത് നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള വിവരങ്ങളെയും ഇൻഫർമേഷനെയും നമ്മുടെ മനസ്സിലേക്ക് പോകാൻ അനുവദിക്കുമ്പോൾ നമുക്ക് നമ്മുടെ പ്രാർത്ഥനയിൽ ഒരിക്കലും സക്സസ്ഫുൾ ആവാൻ സാധിക്കില്ല. കാരണം അത്തരത്തിലുള്ള ഇൻഫർമേഷൻ വീണ്ടും ഉള്ളിലേക്ക് പോകുമ്പോൾ നമ്മുടെ കൽപ്പനാശക്തി അനിയന്ത്രിതമാകുന്നു. അത് അത്തരത്തിലുള്ള ഇമേജുകളെ കാണാൻ തുടങ്ങുന്നു. ഇമാജിനേഷൻ ക്രിയേറ്റ്സ് റിയാലിറ്റി. അതുകൊണ്ട് നമ്മുടെ സെൻസ് ഓർഗനിലൂടെ വരുന്ന ഇൻഫർമേഷനെ നിയന്ത്രിക്കേണ്ടതാണ്. വിശ്വാസത്തെ ദൃഢമാക്കുന്നത് എങ്ങനെയെന്ന് നമ്മൾ പഠിക്കണം. പ്രാർത്ഥനയിൽ പൂർണ്ണ വിശ്വാസവും വെക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ സെൻസസ് വേറെ എന്തെങ്കിലുമാണ് പറയുന്നത്, വിപരീതമായ ഇൻഫർമേഷനാണ് കൊണ്ടുവരുന്നത്, ഇത് പോസിബിൾ അല്ല, ഇത് നടക്കില്ല, ഇങ്ങനെ ഇൻഫർമേഷൻ വന്നുകൊണ്ടിരുന്നാൽ പോലും നമ്മൾ നമ്മുടെ ഇമാജിനേഷനിൽ നമ്മുടെ ലക്ഷ്യം പൂർണ്ണമായതായി നേടിയെടുത്തതായി കണ്ടുകൊണ്ടേയിരിക്കുക. വാസ്തവത്തിൽ എല്ലാം എഗെയിൻസ്റ്റ് ആണെങ്കിലും എല്ലാം വിപരീതമാണെങ്കിലും നമ്മുടെ പ്രാർത്ഥനയിൽ വിശ്വാസം വയ്ക്കുന്ന ആ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. നമ്മൾ വിശ്വാസത്തോടെ എന്താണോ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എത്തിക്കുന്നത് അത് നമ്മുടെ ജീവിതത്തിലേക്ക് തീർച്ചയായും കൊണ്ടുവരിക തന്നെ ചെയ്യും. ഇനി കോൺഷ്യസ് മൈൻഡിനത് വേണ്ട എങ്കിൽ പോലും സബ് കോൺഷ്യസ് മൈൻഡിനത് കൊണ്ടുവരാൻ സാധിക്കും. കോൺഷ്യസ് മൈൻഡ് സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഇടയിൽ, അതായത് വിൽ, ബിലീഫ്, ഈ രണ്ടിൻ്റെയും ഇടയിൽ ബിലീഫ്, വിശ്വാസം, അതായത് സബ് കോൺഷ്യസ് മൈൻഡാണ് വിജയിക്കുന്നത്. അതായത് നമ്മളൊരു കാര്യത്തെ ആഗ്രഹിക്കുന്നു, വിൽ ചെയ്യുന്നു, പക്ഷേ ആ ഒരു കാര്യത്തെ നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്നില്ല. പകരം നമ്മുടെ വിശ്വാസത്തിനനുസരിച്ചാണ് നമ്മൾ ഓരോ കാര്യങ്ങളെ അട്രാക്റ്റ് ചെയ്യുന്നത്, നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചല്ല. ആഗ്രഹവും വിശ്വാസവും തമ്മിലുള്ള യുദ്ധത്തിൽ വിശ്വാസമാണ് വിജയിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, യു ഡോണ്ട് ഗെറ്റ് വാട്ട് യു വാണ്ട്, ബട്ട് യു ഗെറ്റ് വാട്ട് യു ഡിസേർവ്. വാണ്ട് എന്നാൽ നമ്മുടെ ആഗ്രഹം, ഡിസേർവ് എന്നാൽ നമ്മുടെ ബിലീഫ്. ബിലീഫ് എന്ന് പറയുമ്പോൾ നമ്മുടെ കോർ ബിലീഫ്, അതായത് നമ്മൾ ഇന്ന് വരെ എന്താണോ സത്യമെന്ന് വിചാരിച്ചത് അതാണ് കൽപ്പനാശക്തിയുടെ വിത്ത്. കൽപ്പനാശക്തിയിൽ ആ വിശ്വാസത്തിൻ്റെ വിത്തുകളുണ്ട്. അതുപോലെ തന്നെ ഇമാജിനേഷൻ്റെ അടിസ്ഥാനമായ അതിൻ്റെ ഫെർട്ടിലൈസർ, അതിൻ്റെ
വളം എന്ന് പറയുന്നത് വിശ്വാസമാണ്. ഇമാജിനേഷനുള്ള പോഷണമാണ് വിശ്വാസം. അതായത് ഇമാജിനേഷനെ, നിങ്ങളുടെ വിശ്വാസത്തെ ഫുൾഫില്ല് ചെയ്യാൻ ഒരു വൃക്ഷം പോലെ, ഒരു വടവൃക്ഷം പോലെ വളർത്തുന്നതിന് നിങ്ങളുടെ ആഗ്രഹത്തെ അത് പൂർത്തീകരിക്കുന്നതായിട്ട് വിശ്വാസത്തോടെ ഇമാജിൻ ചെയ്ത് കഴിയുമ്പോൾ അത് ജീവിതത്തിൽ സംഭവിക്കുന്നു. അതായത് നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു എന്ന വിശ്വാസത്തോടെ ഇമാജിൻ ചെയ്യുന്നവ ജീവിതത്തിൽ പൂർത്തീകരിക്കപ്പെടുന്നു. അതുപോലെ തന്നെ സബ് കോൺഷ്യസ് മൈൻഡ് സജഷനെ സ്വീകരിക്കുന്നു. അഫർമേഷനിലൂടെ നൽകുന്ന സജഷൻ സബ് കോൺഷ്യസ് മൈൻഡ് വിശ്വസിക്കുന്നു. നെവിൽ ഗോഡാർഡ് പറയുന്നു, ഒരു പേഷ്യൻ്റ് രോഗമുക്തി നേടുന്നതിനുള്ള ആധാരം അയാളുടെ സബ് കോൺഷ്യസ് മൈൻഡിലെ ബിലീഫാണ്, വിശ്വാസമാണ്. ഈ ട്രീറ്റ്മെൻറ്റ് എന്നെ രോഗമുക്തമാക്കുമെന്ന് വിശ്വസിച്ച് കഴിയുമ്പോൾ തീർച്ചയായും ആ രോഗി രോഗത്തിൽ നിന്ന് മുക്തി നേടിയിരിക്കും. അതിന് വിപരീതമായി ആരുടെ മനസ്സിലാണോ ഡൗട്ടുള്ളത്, ആശങ്കയുള്ളത്, സംശയമുള്ളത്, അതായത് ഈ രോഗം ജീവനെടുക്കുന്നതാണ്, ഞാൻ പലതരത്തിലുള്ള ന്യൂസ് ഈ രീതിയിൽ കേട്ടിട്ടുണ്ട്, ഈ രോഗം വന്നതിന് ശേഷം മരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്, ഞാൻ എത്ര ട്രീറ്റ്മെൻ്റ് എടുത്താലും ഈ രോഗം മാറില്ല, ഇങ്ങനെ വിശ്വാസമുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് എത്ര ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് നൽകിയാലും ആ വ്യക്തി രക്ഷപ്പെടാനുള്ള സാധ്യത കുറവായിരിക്കും. ഇതെല്ലാം സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്യപ്പെട്ടതാണ്. ഇതിനായിട്ട് മൈൻഡ് ഓവർ മെഡിസിൻ എന്ന പുസ്തകത്തിൻ്റെ സമ്മറി വരുന്നുണ്ട്, തീർച്ചയായിട്ടും കേൾക്കുക. പ്രാർത്ഥനയിലൂടെ മാനിഫെസ്റ്റ് ചെയ്യുന്നതിനിടയിൽ 2 പ്രോബ്ലംസാണ് വരുന്നത്. ഒന്ന്, ഭാവന ഇല്ലാതിരിക്കുക. 2, വളരെയധികം ബുദ്ധി ഉപയോഗിക്കുക. ഒന്ന്, ടു ലിറ്റിൽ ഇമോഷൻ. 2, ടു മച്ച് ഇൻ്റലക്റ്റ്. ഈ 2 കാര്യങ്ങൾ ആ കാണാൻ കഴിയാത്ത ആ ഒരു ആഗ്രഹത്തെ മാനിഫെസ്റ്റ് ചെയ്യുന്നതിൽ നിന്നും വിലക്കുന്നു. അതായത് എല്ലാ ലക്ഷ്യങ്ങളും നമ്മുടെ സെൻസ് ഓർഗനിലൂടെ കാണാൻ കഴിയാത്തവയായിരിക്കും. അവ കാണുന്നതിന് ഈ 2 കാര്യങ്ങളാണ് നമ്മെ തടയുന്നത്. വളരെ കുറഞ്ഞ ഇമോഷൻ ഉള്ളപ്പോൾ ആ ഒരു ലക്ഷ്യത്തെ മനസ്സിൽ കാണുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ വളരെയധികം ഇൻ്റലക്റ്റ്, ബുദ്ധി ഉപയോഗിക്കുകയും അനലറ്റിക്കലായി ചിന്തിക്കുകയും ചെയ്യുമ്പോൾ ആ ഒരു ലക്ഷ്യത്തെ നേടുന്നതും ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ളവർ കൂടുതൽ ഫോഴ്സ് ചെയ്യുമ്പോൾ കൂടുതൽ മനസ്സിൽ ഡൗട്ട് ഉണ്ടാകുന്നു. ഇത്തരത്തിലുള്ള അവസ്ഥയാണെങ്കിൽ ആ ഒരു കാര്യത്തെപ്പറ്റി ചിന്തിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം എത്രത്തോളം കൂടുതൽ മനസ്സിൽ ഡൗട്ട് ഉണ്ടാകുന്നോ അത്രയും കൂടുതൽ റെസിസ്റ്റൻസ് ഉണ്ടാകുന്നു, ആ ലക്ഷ്യം നേടുന്നതിനുള്ള സാധ്യത കുറയുന്നു. കാരണം എത്രത്തോളം കൂടുതൽ ഡൗട്ട് ഉണ്ടാകുന്നു അത്രത്തോളം കൽപ്പനാശക്തി, ഇമാജിനേഷൻ നെഗറ്റീവായ രീതിയിൽ പ്രയോഗിക്കപ്പെടുന്നു. സബ് കോൺഷ്യസ് മൈൻഡ് നമ്മുടെ വിചാരങ്ങളെയും ഫീലിങ്ങുകളെയും യൂണിവേഴ്സിലേക്ക് എത്തിക്കുന്ന കണ്ടക്ടറാണ്, മാധ്യമമാണ്. അതുകൊണ്ട് നമ്മുടെ കൽപ്പനാശക്തിയെ നല്ല രീതിയിൽ നിയന്ത്രിക്കണം. അതായത് വിശപ്പുള്ള വ്യക്തി ഭക്ഷണത്തെപ്പറ്റി മാത്രം ചിന്തിക്കുന്നത് പോലെ നമ്മുടെ ഇമാജിനേഷനെയും ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കണം. ഒരു വ്യക്തി ദാഹിക്കുന്നുണ്ടെങ്കിൽ വെള്ളത്തിനെപ്പറ്റി മാത്രമായിരിക്കും ചിന്തിക്കുന്നത്. ഒരു വ്യക്തി രോഗിയാണെങ്കിൽ ആരോഗ്യത്തെപ്പറ്റിയായിരിക്കും ചിന്തിക്കുന്നത്. ആ രീതിയിൽ നമ്മൾ നമ്മുടെ ആഗ്രഹം നേടിയെടുക്കുന്നതായിട്ട് മാത്രം മനസ്സിൽ കാണുകയും ചിന്തിക്കുകയും ചെയ്യും. എന്താണോ സംഭവിക്കേണ്ടത് അതിനെപ്പറ്റി മാത്രം ചിന്തിക്കുക. ഇപ്പോൾ ദാഹിക്കുന്നുണ്ടെങ്കിൽ ജലം എവിടെ നിന്ന് കിട്ടും എന്ന് മാത്രം ചിന്തിക്കും. അതായത് ആ ഒരു സൊല്യൂഷനിലാണ് നമ്മുടെ ശ്രദ്ധ നൽകേണ്ടത്. നമ്മുടെ കൽപ്പനാശക്തിയെ, ഇമാജിനേഷൻ നിയന്ത്രിക്കുക അർത്ഥം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നിയന്ത്രിക്കുക. ഇമാജിനേഷനെ കൺട്രോൾ ചെയ്യുന്നതിന് നമ്മുടെ ബിലീഫ്, വിശ്വാസത്തെ കൺട്രോൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. നമ്മുടെ വിശ്വാസത്തിന് മേൽ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും? നമ്മുടെ വിശ്വാസത്തിന് മേൽ നമ്മുടെ സെൻസ് ഓർഗനെ കൺട്രോൾ ചെയ്യുന്നതിലൂടെയാണ് നിയന്ത്രിക്കാൻ സാധിക്കുന്നത്. അതായത് നമ്മുടെ കാണുക, കേൾക്കുക, സ്പർശിക്കുക തുടങ്ങിയ കാര്യങ്ങളെ നിയന്ത്രിച്ച്, അതല്ലെങ്കിൽ അതിനൊരു ദിശ നൽകി നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങളെ മാത്രം കാണുന്ന രീതിയിൽ പോഷണം ചെയ്യുക. അങ്ങനെയുള്ള നിയന്ത്രിതമായ കൽപ്പനാശക്തിയും വിശ്വാസവും നമ്മുടെ പ്രാർത്ഥനകളെ മാനിഫെസ്റ്റ് ചെയ്തു തരും. പ്രെയർ ചെയ്യുന്നതിന് മുൻപ് നമുക്ക് എന്താണ് ഈ വേൾഡിൽ വേണ്ടത് എന്ന് എക്സാക്ട്ലി അറിയേണ്ടത് ആവശ്യമാണ്. ക്ലാരിറ്റി ഉണ്ടാവേണ്ടത് ആവശ്യം. നിങ്ങളുടെ വിശ്വാസം, നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ പ്രാർത്ഥനകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് ഈ വേൾഡിൽ ട്രൂ ആയി, അതായത് സത്യമായി ഭവിച്ചതായി മനസ്സിൽ കാണണം. നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ, ജീവിക്കുന്ന പരിസ്ഥിതി, മെൻ്റൽ കണ്ടീഷൻ, ഫിനാൻഷ്യൽ കണ്ടീഷൻ, നമ്മുടെ ഫിസിക്കൽ കണ്ടീഷൻ, ഇതെല്ലാം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ വിശ്വാസത്തിൻ്റെ റിസൾട്ടാണ്. ഇത് വളരെ സൂക്ഷ്മമായ കാര്യമാണ്. ഈ ഒരു കാര്യത്തെ മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് മേൽ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് മനസ്സിലാക്കാൻ സാധിക്കും.
അതായത് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ റിസൾട്ടാണ്, നമ്മുടെ വിശ്വാസങ്ങളുടെ റിസൾട്ടാണ്. ഈ എല്ലാ കണ്ടീഷനെയും നമുക്ക് പ്രാർത്ഥനയിലൂടെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതായത് നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസ് പോലും പ്രാർത്ഥനയിലൂടെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. സബ് കോൺഷ്യസിൽ ചേഞ്ചസ് കൊണ്ടുവരുമ്പോൾ നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസിൽ പോലും ചേഞ്ചസ് ഉണ്ടാവുന്നു. അതായത് വിശ്വാസത്തിൻ്റെ ബേസിൽ സബ് കോൺഷ്യസ് മൈൻഡിൽ ചേഞ്ചസ് കൊണ്ടുവരാൻ സാധിക്കും. വിശ്വാസം ഇമാജിനേഷനെ നിയന്ത്രിക്കുന്നു. ഇമാജിനേഷൻ സബ് കോൺഷ്യസ് മൈൻഡിനെ നിയന്ത്രിക്കുന്നു. സബ് കോൺഷ്യസിലെ ചേഞ്ചസ് വിസിബിൾ വേൾഡിൽ മാനിഫെസ്റ്റേഷനായിട്ട് പുറത്തു വരുന്നു. നെവിൽ ഗോഡാർഡ് വീണ്ടും പറയുന്നു, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ഇമാജിനേഷൻ്റെയും വിശ്വാസത്തിൻ്റെയും റിസൾട്ടാണ്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ വിശ്വാസത്തിൻ്റെ വിത്തുകൾ എന്താണോ ഉള്ളത് അതാണ് നമ്മൾ ഇമാജിനേഷനിലൂടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുന്നത്. പുറമേയുള്ള പരിസ്ഥിതി എന്തുമായിക്കൊള്ളട്ടെ, ഉദാഹരണത്തിന് റിസഷൻ, ലോകം മുഴുവൻ മാന്ദ്യത്തിൻ്റെ അവസ്ഥയാണ്. പല സ്ഥലങ്ങളിലും ജോലിയിൽ ചിലവുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. എങ്കിലും ചില ആളുകൾ മാന്ദ്യത്തിൻ്റെ അവസ്ഥയിലും വളരെ നല്ല രീതിയിൽ സമ്പാദിക്കുന്നു. അതേസമയം ചിലർ വളരെയധികം മോശമായ അവസ്ഥയിലേക്ക് പോകുന്നു. ഇതിൻ്റെ കാരണം ഉള്ളിലാണ്. അതായത് ഇങ്ങനെയുള്ള ഒരു മാന്ദ്യത്തിൻ്റെ അവസ്ഥയിൽ പോലും സമ്പാദിക്കുന്നവർ സ്വയത്തെ ആ ഒരു പരിസ്ഥിതിക്ക് ഉപരിയായിട്ട്, പരിസ്ഥിതിയേക്കാൾ വലുതായിട്ട്, പരിസ്ഥിതിയേക്കാൾ ശക്തനായിട്ട് അനുഭവിക്കുന്നു, ബിലീവ് ചെയ്യുന്നു, വിശ്വസിക്കുന്നു, ഇമാജിൻ ചെയ്യുന്നു. മാന്ദ്യമുണ്ട്, പക്ഷേ എനിക്ക് സമ്പാദിക്കണം. അവർ ആ വിശ്വാസത്തെ, കൽപ്പനാശക്തിയെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നിക്ഷേപിക്കുന്നു. തുടർന്ന് സബ് കോൺഷ്യസ് മൈൻഡ് അവർക്ക് സമ്പാദിക്കാനുള്ള വഴികൾ കാണിച്ചു നൽകുന്നു. ആരാണോ ആ സമയത്ത് വളരെയധികം ബുദ്ധിമുട്ടിലേക്ക് പോകുന്നത് അവർ ആ ഒരു പരിസ്ഥിതിക്ക് മുൻപിൽ മുട്ടുകുത്തുന്നു. അവർക്ക് ആ പരിസ്ഥിതി വളരെ വലുതായിട്ട് തോന്നുന്നു. ഈ റിസഷൻ, അതായത് മാന്ദ്യത്തിൻ്റെ പരിസ്ഥിതി വളരെയധികം വലുതായിട്ട് തോന്നുകയും സ്വയത്തെ ശക്തിഹീനമായിട്ട് അനുഭവം ചെയ്യുകയും ചെയ്യുന്നു. പരിസ്ഥിതി രണ്ടുപേർക്കും ഒരേപോലെയാണ്. അതുപോലെ തന്നെ നമ്മൾ മറ്റൊരാളെ മോട്ടിവേറ്റ് ചെയ്യിക്കുമ്പോൾ നമ്മൾ പറയുന്നതിലൂടെ അവർ മോട്ടിവേറ്റ് ആവുന്നില്ല, പകരം അവരുടെ ഉള്ളിൽ മോട്ടിവേഷൻ്റെ വിത്തുകളുണ്ട്. അപ്പോൾ പുറമേ നിന്ന് ഒരു പുഷ് ലഭിച്ചു കഴിയുമ്പോൾ അവർ മോട്ടിവേറ്റഡായി മാറുന്നു. സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ സ്പേസ്, ടൈം ഇത് ബാധകമല്ല. അതായത് ഡിസ്റ്റൻസ്, ദൂരം, സമയം ഇത് ബാധകമല്ല. ഇത് നമ്മുടെ ലിമിറ്റഡ് സെൻസസിന് മാത്രമുള്ളതാണ്. അതുകൊണ്ട് സബ് കോൺഷ്യസ് മൈൻഡിന് പ്രസൻറ്റ്, അതായത് ഈ ഒരു നിമിഷം മാത്രമാണുള്ളത്. ഇനി നമ്മൾ പാസ്റ്റിലെ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചിന്തിക്കുകയാണെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡ് അത് പ്രസൻ്റ് ആണെന്ന് വിചാരിച്ച് വീണ്ടും വീണ്ടും നമ്മുടെ ജീവിതത്തിൽ അതേ കാര്യങ്ങൾ ആകർഷിക്കുന്നു. ആളുകൾ പറയുന്നു, എൻ്റെ ജീവിതത്തിൽ ഇതേ കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും വീണ്ടും സംഭവിക്കുന്നത്. കാരണം ഞാൻ ആ ഭൂതകാലത്തിലെ കാര്യങ്ങളെ വീണ്ടും വീണ്ടും മനസ്സിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിനത് ഇപ്പോൾ സംഭവിക്കുന്നതായിട്ട് തോന്നുകയും അതിനെ കൂടുതലായി ആകർഷിക്കുകയും ചെയ്യുന്നു. അതുപോലെ സബ് കോൺഷ്യസ് മൈൻഡിന് ദൂരവും ഒരു പ്രശ്നമല്ല. ഇവിടെ എനിക്ക് കണ്ണടച്ചിരുന്നു കൊണ്ട് എൻ്റെ ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് മനസ്സുകൊണ്ട് സഞ്ചരിക്കാൻ സാധിക്കും. ഇവിടെ ഇരുന്നു കൊണ്ട് ഇഷ്ടപ്പെട്ട സാഹചര്യത്തെ, വസ്തുക്കളെ മനസ്സിൽ കണ്ട് അനുഭവിക്കാൻ സാധിക്കും. ഇനി ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് മനസ്സുകൊണ്ട് പോയി കഴിയുമ്പോൾ നമ്മൾ ഇമാജിനേഷനാണെങ്കിൽ ആ സ്ഥലത്തായിരിക്കും. ഈ ഒരു സ്ഥലത്തെ പറ്റിയുള്ള ഓർമ്മകൾ ഉണ്ടാവുകയില്ല. ആ ഒരു കുറച്ച് സമയത്തേക്ക് നമ്മൾ ഈ ഇപ്പോഴുള്ള സ്ഥലത്തെപ്പറ്റി കട്ട് ഓഫ് ആകുന്നു. ടൈമും സ്പേസും നമ്മുടെ കോൺഷ്യസ് മൈൻഡിൻ്റെ വിചാരങ്ങൾക്കനുസൃതമായാണ് അനുഭവം ചെയ്യുന്നത്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പാർട്ടായ ഇമാജിനേഷന് സമയവും ദൂരവും പ്രാധാന്യവുമില്ല, അതോടൊപ്പം തന്നെ അതിനൊരു മീനിങ്ങുമില്ല. നമ്മുടെ ഇമാജിനേഷൻ സമയത്തിനും ദൂരത്തിനും ഉപരിയാണ്. സമയത്തിൻ്റെയും ദൂരത്തിൻ്റെയും പരിധിക്ക് മുകളിലെ ഇമാജിനേഷൻ ലിമിറ്റഡ് അല്ല. നമ്മുടെ ഇമാജിനേഷന് പാസ്റ്റിനെയോ ഫ്യൂച്ചറിനെയോ ഈ ഒരു നിമിഷം കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ എന്താണോ പ്രെയർ ചെയ്യുന്നത് അത് ദൂരെ ആയാലും അടുത്തായാലും സംഭവിക്കാനുള്ളതാണെങ്കിൽ ഇമാജിനേഷന് അത് വ്യത്യാസമുള്ളതായിട്ട് തോന്നുകയും നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നമ്മുടെ അടുത്ത് തന്നെയുണ്ട്. പക്ഷേ നമ്മുടെ ലിമിറ്റഡ് ആയിട്ടുള്ള സെൻസസ് കൊണ്ട് അത് ദൂരെയായിട്ട് തോന്നുന്നു. നമ്മുടെ സെൻസസ് ലിമിറ്റഡ് ആണ്. നമ്മുടെ ആഗ്രഹങ്ങൾ കോൺഷ്യസിലാണുള്ളത്, ചൈതന്യത്തിലാണുള്ളത്. നമ്മുടെ കൈകളിലേക്കും കാലുകളിലേക്കുമുള്ള ദൂരത്തിനേക്കാൾ കുറവാണ് നമ്മുടെ ആഗ്രഹങ്ങൾ, അതായത് അത് കോൺഷ്യസിലാണുള്ളത്. പക്ഷേ നമുക്കത് ഫീൽ ചെയ്യാൻ സാധിക്കുന്നില്ല, അതായത് ആഗ്രഹം പൂർത്തീകരിച്ചു എന്ന് ഫീൽ ചെയ്യാൻ സാധിക്കുന്നില്ല.
അതുകൊണ്ട് ആ ഒരു ആഗ്രഹം വളരെ ദൂരെയായി തോന്നുന്നു. കാരണം നമ്മുടെ സെൻസസ് ഉള്ളതുകൊണ്ട് ലിമിറ്റഡ് ഇമാജിനേഷനിൽ പെട്ടുപോകുന്നു. പ്രെയർ നമുക്ക് വേണ്ടി ആയിക്കൊള്ളട്ടെ, മറ്റുള്ളവർക്ക് വേണ്ടി ആയിക്കൊള്ളട്ടെ, അത് സംഭവിക്കണോ വേണ്ടയോ എന്നുള്ളത് നമ്മുടെ ആറ്റിറ്റ്യൂഡിന് മേൽ നിർഭരമായിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രെയർ ചെയ്യുമ്പോൾ അത് സംഭവിക്കണോ വേണ്ടയോ എന്നുള്ളത് നമ്മുടെ ആ ഒരു ഇൻറ്റൻസിറ്റി, ആ ഒരു തീവ്രതയ്ക്കനുസരിച്ചാണ്. രണ്ടാമത്തേത്, മുൻപിലുള്ള വ്യക്തി എത്രമാത്രം റിസെപ്റ്റീവ് മോഡിലാണ്, അതായത് സ്വീകരിക്കാനുള്ള മനസ്ഥിതിയിലാണ്, ഇതും ഡിപ്പെൻഡ് ചെയ്യുന്നു. ഒരു വ്യക്തി റിസെപ്റ്റീവ് മോഡിലാണ്, ആ വ്യക്തിക്ക് വേണ്ടി നമ്മൾ തീവ്രമായിട്ട് ഇൻറ്റൻസീവ്ലി പ്രെയർ ചെയ്യുകയാണ് എങ്കിലത് ഇമ്മീഡിയറ്റ്ലി സഫലമാകും. ഇനി ആ വ്യക്തി റിസെപ്റ്റീവ് മോഡിൽ, അതായത് സ്വീകരിക്കുന്ന ആ മോഡിലല്ല എങ്കിലും ആ വ്യക്തിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ആ പ്രെയർ, ആ വ്യക്തിക്ക് വേണ്ടി എന്താണോ നമ്മൾ ചെയ്യുന്നത് അത് നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു, നമ്മുടെ ജീവിതത്തിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നു. കാരണം ആ സമയത്ത് ആ വ്യക്തി റിസെപ്റ്റീവ് മോഡിലല്ല. കാരണം പ്രെയർ എനർജിയാണ്. അതിന് ഒരു വ്യക്തിയെ ചേഞ്ച് ചെയ്യാൻ സാധിച്ചില്ല. എനർജി ആയതുകൊണ്ട് തന്നെ അതൊരിക്കലും നഷ്ടപ്പെടുന്നില്ല. ആ എനർജി അവർ സ്വീകരിച്ചില്ലെങ്കിൽ അത് തിരിച്ച് നമ്മുടെ അടുത്തേക്ക് തന്നെ വരുന്നു. ഇതിനെ ലോ ഓഫ് തോട്ട് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നു. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്താണോ പ്രെയർ ചെയ്യുന്നത് അത് നമുക്കുകൂടി ഇഷ്ടപ്പെടുന്നതായിരിക്കണം, നമുക്കുകൂടി പ്രയോജനം ലഭിക്കുന്നതായിരിക്കണം. അത് ആ വ്യക്തി സ്വീകരിച്ചില്ലെങ്കിൽ തിരിച്ചത് നമ്മുടെ അടുത്തേക്ക് തന്നെയാണ് വരുന്നത്. ഉദാഹരണത്തിന് ഹെൽത്ത്, വെൽത്ത്, ഹാപ്പിനെസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രെയർ ചെയ്യാവുന്നതാണ്. ഇനി അത് ആ വ്യക്തി സ്വീകരിച്ചില്ലെങ്കിൽ അത് തിരിച്ച് നമ്മുടെ അടുത്തേക്ക് തന്നെ വന്നുകൊള്ളും. കാരണം പ്രാർത്ഥന എനർജിയാണ്. അടുത്തതായി നെവിൽ ഗോഡാർഡ് പറയുന്നു, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുൻപ് സ്വയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അത് ജീവിതത്തിൽ മാനിഫെസ്റ്റ് ചെയ്യുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. നമ്മൾ എന്താണോ നമ്മുടെ കോൺഷ്യസ്നെസ്സിൽ ജാഗ്രതമാക്കുന്നത്, എവേക്കൻ ചെയ്യുന്നത്, അത് നമ്മുടെ റിയാലിറ്റിയായി മാറുന്നു. അത് നല്ല കാര്യമാണെങ്കിലും മോശമായ കാര്യമാണെങ്കിലും എന്താണോ എവേക്കൻ ചെയ്യുന്നത് അത് വിശ്വാസത്തിനനുസരിച്ച് ഇമാജിനേഷൻ്റെ രൂപത്തിൽ നമ്മുടെ ജീവിതത്തിൽ റിയാലിറ്റിയായി മാറുന്നു. നമ്മുടെ ഔട്ടർ ലോകം ഉള്ളിലുള്ള ലോകത്തിൻ്റെ പ്രൊജക്ഷനാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ പുറമേ എന്താണുള്ളത് അത് പുറമേ ഉള്ളതല്ല, പകരം ഉള്ളിലുള്ളതാണ്, ഉള്ളിലുള്ളതിൻ്റെ റിഫ്ലക്ഷനാണ്. ഇത് നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു കോൺഫ്ലിക്റ്റിൻ്റെ, അതല്ലെങ്കിൽ ഹാർമണിയുടെ, നന്മയുടെ റിസൾട്ടാണ്, റിഫ്ലക്ഷനാണ്. നെവിൽ ഗോഡാർഡ് പറയുന്നു, യൂണിവേഴ്സിൻ്റെ മാജിക്കൽ സ്റ്റോറിയിൽ നിന്ന് എന്തും നമുക്ക് ഇമാജിനേഷനിലൂടെ നേടിയെടുക്കാൻ സാധിക്കും. ഇതിനായിട്ട് ലോ ഓഫ് വൈബ്രേഷൻ സഹായിക്കുന്നു. നമ്മൾ ഏതൊരു വൈബ്രേഷനാണോ ക്രിയേറ്റ് ചെയ്യുന്നത് ആ വൈബ്രേഷനിലുള്ള ആളുകൾ, വസ്തുക്കൾ, സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. നമ്മുടെ വിചാരങ്ങൾ, നമ്മുടെ തോട്ട്സ് നമ്മുടെ മസിൽസിന് മേലും പ്രവർത്തിക്കുന്നു. നമ്മൾ വെറുതെ ഇരിക്കുകയാണ്, പക്ഷേ ആ സമയത്ത് നമ്മുടെ പല്ലുകൾ ഇറുമുകയും അതേപോലെ ശരീരം ടൈറ്റ് ആവുകയും ചെയ്യുന്നു. അർത്ഥം നമ്മുടെ ഉള്ളിൽ ദേഷ്യമുണ്ട്. അത് ആ സമയത്ത് നമ്മുടെ കോൺഷ്യസ് മൈൻഡ് നമുക്ക് ദേഷ്യമുണ്ടെന്ന് സമ്മതിക്കുന്നില്ല, പക്ഷേ നമ്മുടെ ശരീരം ഒരിക്കലും നുണ പറയില്ല. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ദേഷ്യം തുടങ്ങിയ ഭാവനകളുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യണം. അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കതിനെ മാറ്റിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ഉള്ളിൽ ദേഷ്യമുണ്ടെങ്കിൽ ദേഷ്യമുള്ള ആളുകളായിരിക്കും നമ്മുടെ ജീവിതത്തിലും കൂടുതലായി ഉണ്ടാകുക. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പുറമേ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ഉള്ളിലേക്ക് നോക്കണം. എൻ്റെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത്? കാരണം നമ്മുടെ ഉള്ളിലെ റിഫ്ലക്ഷനാണ് പുറമേയും സംഭവിക്കുന്നത്. നെവിൽ ഗോഡാർഡ് പറയുന്നു, സ്വയത്തോട് പ്രാർത്ഥിക്കുന്നതും പ്രാർത്ഥനയുടെ ഒരു രൂപം തന്നെയാണ്. അതോടൊപ്പം തന്നെ മാനസികമായ ആ ഒരു ലെവലിൽ അതിൻ്റെ ഇമേജും കാണണം. അപ്പോൾ ആ പ്രാർത്ഥന കൂടുതൽ സ്ട്രോങ് ആയി മാറുന്നു. ഈ പുസ്തകത്തിൻ്റെ അവസാനം നെവിൽ ഗോഡാർഡ് ഒരു വളരെ സൂക്ഷ്മമായ രഹസ്യം പറയുന്നു. പ്രയറിൻ്റെ അർത്ഥം നമ്മുടെ ഉള്ളിലെ ആ ദൈവത്തിനെ, ആ ക്രിയേറ്റീവ് ഫോഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യുക എന്നതാണ്. ആ എനർജിയെ കൂടുതൽ കൂടുതൽ പോസിറ്റീവാക്കി ഉപയോഗിക്കുമ്പോൾ, ആ പോസിറ്റീവ് ഇമാജിനേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ബ്രഹ്മാണ്ഡം കേൾക്കുകയും പൂർത്തീകരിച്ച് നൽകുകയും ചെയ്യുന്നു. ഓക്കെ ഫ്രണ്ട്സ്, ഇതായിരുന്നു പ്രയർ ദ ആർട്ട് ഓഫ് ബിലീവിങ് എന്ന പുസ്തകത്തിൻ്റെ സമ്മറി. താങ്ക് യു ഫോർ വാച്ചിങ്.